ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റി ബിറ്റ് വെച്ചിട്ട് ഒരു 6 പാനൽ കുർത്തി എങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി ബിറ്റിൻ്റെ 17 ഇഞ്ച് വീതിയാണ് ഉള്ളൂ. 4ആക്കി മടക്കിയിട്ടതിന് ശേഷം ഇപ്പോൾ ഞാനൊരു 50 ഇഞ്ച് അളവിൽ ഇത് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിന് സെപ്പറേറ്റ് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 17 ഇഞ്ചുള്ളൂ വീതി. അത് 4ആക്കി മടക്കിയതിന് ശേഷമാണ്. അപ്പോൾ ഒരു നൈറ്റി ബിറ്റിൻ്റെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ ഈ 34 ഇഞ്ചാണ് നൈറ്റി ബിറ്റ് ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 6 പാനൽ കുർത്തി എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീതി കൂടിയ തുണികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് എങ്ങനെയുണ്ട്, എത്ര വീതി താഴെ വന്നിട്ടുണ്ട്, എത്ര വീതിയിൽ നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 17 ഇഞ്ച് വീതിയാണ്. പിന്നെ ഈ ഒരു 6 പാനൽ കുർത്തിക്ക് വേണ്ടുന്ന ഫസ്റ്റ് മെഷർമെൻറ്റ് ഇതാണ്. ഈ ഒരു 4 ഇഞ്ചാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്, 4 ഇഞ്ച്. അപ്പോൾ ഈ 4 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ്റ്റ് അകലമാണ്. അതായത് ബസ്റ്റ് പോയിൻറ്റിൻ്റെ 2 ബ്രസ്റ്റിൻ്റെയും ആ ഒരു അകലമാണ് ഈ ഒരു 4 ഇഞ്ച്. അപ്പോൾ എല്ലാവർക്കും അത് 4 ഇഞ്ച് ആവണമെന്നില്ല. 3.5 ഇഞ്ച് വരാം, 3 ഇഞ്ച് വരാം. ഈ കുറച്ച് കൂടി പോരുത് ഒരിക്കലും. അപ്പോൾ അതൊരു യോക്കാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. യോക്കിൻ്റെ താഴോട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ട് ഒരു 17 ഇഞ്ചാണ് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 17 ഇഞ്ച് ഇറക്കമാണ് നമ്മുടെ യോക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും 17 ഇഞ്ച് ആവണമെന്നില്ല. ഹൈറ്റ് കൂടിയ ആളാകുമ്പോൾ നമുക്ക് 17 ഇഞ്ചോളം കൊടുക്കണം. 17 ഇഞ്ച് 17.5 വരെ കൊടുക്കാം കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ. ഇത് ഞാനിവിടെ 17 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് അളന്നെടുത്തിട്ട് 17 ഇഞ്ച് അവിടെ നമ്മൾ അത് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു ബോക്സ് ആക്കി അതങ്ങോട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 17 ഇഞ്ച് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർ അതിനനുസരിച്ച് കുറച്ചെടുക്കണം കേട്ടോ. ഹൈറ്റ് കുറഞ്ഞവർക്ക് നമ്മൾ അളവെടുക്കുമ്പോൾ അത് കുറച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആ ഷേപ്പിലും താഴോട്ട് പോകും, ഒരുപാട് താഴോട്ട് പോകും. പൂക്കളുടെ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പാനൽ കുർത്തിക്ക് ഒരു ഭംഗിയില്ലാണ്ട് വരും. അപ്പോൾ ഇത് ഹൈറ്റുള്ള ആൾക്ക് 17 ഇഞ്ച് എടുക്കാം. നമ്മൾ താഴെ ഇതുപോലെ വീതി 17 ഇഞ്ചാണല്ലോ, അതിൻ്റെ നേർപകുതി 8.5 ഇഞ്ചോളം നമ്മളവിടെ ഒരു പോയിൻ്റ് മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8.5 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ 8.5 ഇഞ്ചിൽ നിന്നും നമ്മൾ നേരെ ഈ 17 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അങ്ങോട്ട് 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 8.5 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ട് ഈ ഒരു 17 ഇഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഒരു ലൈൻ അങ്ങ് ചരിച്ച് വരച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ പാനൽ കുർത്തിയുടെ ഫസ്റ്റ് കട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഒരു കട്ടിങ് കറക്റ്റ് ആവണം. അത് കറക്റ്റ് ആയാലാണ് നമുക്ക് ആ ഒരു കുർത്തി ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും എല്ലാവരും ഈ ഒരു കട്ടിങ്ങും ഈ ഒരു മെഷർമെൻറ്റും കറക്റ്റാക്കി എടുക്കുക. അത് ഏത് തുണിയിലായാലും, ഇപ്പോൾ വീതി കൂടിയ തുണിയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, വീതി കൂടിയ തുണിയിലായിരിക്കും കുറച്ചുകൂടി ഫ്ലെയറൊക്കെ വരും, ഇങ്ങനെ നല്ല ഫ്ലെയറിൽ കിടക്കും. അപ്പോൾ അത് ഭംഗി കൂടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നൈറ്റി ബിറ്റിലായാലും വീതി കൂടിയ തുണിയിലൊക്കെ ആയാലും നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റ് ഇതുപോലെ കറക്റ്റ് ആവണം കേട്ടോ. ഇനി നമുക്കിതങ്ങോട്ട് വെട്ടി മാറ്റാം. അപ്പം നമ്മളിതാ വെട്ടി മാറ്റി. ഈ ഒരു കട്ടിങ്ങാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കട്ടിങ് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാനും ബിഗിനർ തന്നെയാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ. സ്റ്റിച്ച് ചെയ്ത് തുടക്കം മാത്രമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ എന്ന്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ മറ്റേ പീസ് നേരെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ വീതി കൂടിയ ഭാഗം താഴോട്ട് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. പിന്നെ ഇവിടെ ഈ കർവായിട്ടിരിക്കുന്ന നമ്മൾ ആദ്യം വെട്ടിയില്ലേ, ആ ഭാഗം നേരെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഭാഗം വന്നു. അരികെല്ലാം തേരുവശം എല്ലാം നമ്മളൊന്ന് നേരെ ഒരുമിച്ച് ലെവൽ ചെയ്ത് പിടിക്കണം.
കണ്ടില്ലേ, ഇതുപോലെ നേരെ ലെവൽ ചെയ്ത് പിടിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കീറി ഇറങ്ങിയൊക്കെ ആയിരിക്കും തുണികൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാനൽ കുർത്തി വെട്ടുന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ തയ്ക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് നമ്മളിതുപോലെ വെക്കണം. എല്ലാ തുണിയും ലെവലാണോ എന്ന് വീണ്ടും വീണ്ടും നമ്മളെടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ടു, വീതി കൂടിയ ഭാഗം താഴോട്ടിട്ടു, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നമ്മളുടെ ഫസ്റ്റ് കട്ട് ചെയ്ത ആ പീസിനോട് ചേർത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ കാര്യം മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് അതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 ഇഞ്ച് നമ്മളിതുപോലെ മറ്റേ തുണിയിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് അളവെടുക്കാം. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിങ്ങനെ കാണിച്ചു തരുന്നു എന്നുള്ളൂ. പക്ഷെ ഞാൻ ചെയ്യുന്നത്, ഞാൻ നേരെ 2 തുണിയും നേരെ തന്നെ വെച്ചിട്ട്, കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് മാറിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പണി ചെയ്യുമെന്ന് വെച്ചാൽ, നേരെ ഒരുമിച്ച് ഇതുപോലെ മുകളിലേക്കൊന്നും വയ്ക്കാതെ തന്നെ 1/2 ഇഞ്ചോളം കൂടുതൽ, നമ്മൾ നിലവിലുള്ള മെഷർമെൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് കൂടുതൽ ഷേപ്പും ഹിപ്പും അതിൻ്റെയൊക്കെ അളവ്, ബസ്റ്റിൻ്റെയൊക്കെ അളവ് കൊടുക്കും. 1/2 ഇഞ്ച് കൂടി കൂടുതൽ കൊടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനത്തെയൊക്കെ പീസാകുമ്പോൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എനിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ഞാനും ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് തയ്ച്ച് കൊടുക്കുമ്പോൾ അവർ നല്ലതാണെന്ന് പറഞ്ഞ് വീണ്ടും നമുക്കിങ്ങനെ ഇങ്ങനെ തയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു തരുന്നു എന്നുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് അറിയാവുന്ന, സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പറഞ്ഞു തരാനും ഇതിലും നന്നായിട്ട് അവർക്ക് പറഞ്ഞു തരാൻ കഴിയുമായിരിക്കും. ചെറിയ കുഴപ്പങ്ങളൊക്കെ കാണും എങ്കിലും. അപ്പോൾ നമുക്കിതേ ഷോൾഡർ എടുത്തിട്ടുള്ളത് 7.5 ഇഞ്ചാണ് കേട്ടോ. ഇവിടെ 7 ഇഞ്ച് മതി. ഞാൻ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം 1/2 ഇഞ്ച് കൂട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. താഴെ 7 ഇഞ്ചാണ് കേട്ടോ. താഴോട്ട് കൈക്കുഴി 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഞാൻ 10.5 11.5 മതി. പക്ഷേ 12.5 ഞാൻ എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പൂടി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വണ്ണം കുറഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. 11.5 + 1.5 മതി. അപ്പോൾ നമ്മൾ ഷേപ്പ് അളവ് കൊടുത്തു. അതുപോലെ തന്നെ ഹിപ്പ് അളവാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 19 കേട്ടോ ഹിപ്പ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഷേപ്പ് കൊടുത്തു, പിന്നെ ബസ്റ്റിൻ്റെ ഒരളവും കൊടുത്തു. ഇത്രയും നമ്മൾ ഓവർ ഷേപ്പൊന്നും കൊടുക്കണില്ല, ജസ്റ്റ് അങ്ങനെ അങ്ങ് വരച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഷേപ്പ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ തുടക്കക്കാരെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്, നമ്മുടെ കറക്റ്റ് അളവിലും 1/2 ഇഞ്ചെങ്കിലും നിങ്ങൾ കൂട്ടിയിട്ട് വേണം, തയ്യൽ തുമ്പ് ഇട്ട് വേണം തയ്ക്കാൻ. എനിക്കൊക്കെ നേരത്തെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും കുറച്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വേണം കേട്ടോ അളന്ന് തയ്ക്കാനായിട്ട്. ആദ്യം നമ്മൾ സ്വന്തമായിരിക്കും കൂടുതലും ഡ്രസ്സുകൾ തയ്ച്ച് പഠിക്കുക. അപ്പോൾ നമുക്കൊന്ന് സ്വന്തം എന്തായാലും നമുക്കൊന്ന് തയ്ച്ച് നോക്കാം അല്ലേ എല്ലാവർക്കും. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സും പിന്നെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സംശയങ്ങൾ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരുപാട് പേര് വിളിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചിലവരുടെ ഫോൺ എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇതാ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതുപോലെ ഇനി ആ ഒരു സ്ലീവിൻ്റെ കട്ടിങ് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കൈക്കുഴി ഒന്ന് കുഴിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ കൈക്കുഴിയിൽ നിന്ന് കിട്ടുന്ന പീസ് ഈ കൈക്ക് ഇറക്കത്തിന് വേണ്ടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ജോയിൻറ്റ് വരും. കാരണം ഇത്രയും ഇറക്കം ടോപ്പിന് വരുമ്പോൾ നമുക്ക് കൈ വെറും 50 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 57 ഇഞ്ചേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് 17 ഇഞ്ച് നമുക്ക് കൈയിറക്കം വരും. 19 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ തിരിച്ചിട്ട് ആണ് ഞാനിനി കൈ വെട്ടാൻ പോണത്. അപ്പോൾ കൈയൊക്കെ സെപ്പറേറ്റ് സ്ലീവ് വെട്ടുന്ന വീഡിയോ ഇനിയും ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കിട്ടുന്ന ഈ ഒരു പീസിൽ നിന്നാണ് എനിക്കിനി കൈക്ക് ജോയിൻറ്റ് വെച്ച് കൊടുക്കേണ്ടത്.
സൈഡിൽ നിന്ന് തീരെ പീസില്ല. അപ്പോൾ നമുക്ക് പാനൽ കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ നൈറ്റി ബിറ്റിൽ ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഈ ഒരു കുർത്തിയുടെ ഇത് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് തയ്യൽ കൂടുതലുള്ളത് കൊണ്ടാണ്, ഇപ്പോൾ തിരക്കായതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സ്ലോവിൽ ഞാൻ കാണിച്ചു തരുന്ന അതിലൊരു കൺഫ്യൂഷൻ വരരുതല്ലോ എന്ന് കരുതിയാണ്. നമ്മളിത് മുകളിൽ നിന്ന് മറിച്ചിട്ടില്ലേ, മുകളിൽ ഷോൾഡറിൻ്റെ ആ ഭാഗമാണിത്. അത് താഴെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. പിന്നെ ഏറ്റക്കുറച്ചിലുള്ളതെല്ലാം നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് താഴെ നമ്മൾ അത് അനുസരണം. അതിനു വേണ്ടി ഞാനതിൽ കുറച്ച് തുണി ഇറക്കം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ അളവ്, അതായത് 48 അല്ലെങ്കിൽ 47 ഒരിക്കലും കുറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 50 ഇത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും തുണി അളന്നെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒന്നൊരു കർവായിട്ട് 2.5 ഇഞ്ച് മുകളിലോട്ടൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുക, വെട്ടി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുർത്തി തയ്ച്ച് കഴിയുമ്പോൾ അവിടെ തൂങ്ങി കിടക്കും ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഒന്ന് വെട്ടിക്കൊടുക്കാം. നമുക്ക് ഈ കഴുത്ത് നമുക്കിതിൽ പിടിപ്പിക്കുന്നതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കട്ട് ചെയ്യുന്നത്. കാരണം കഴുത്ത് റൗണ്ടിലോ ഏതൊരു ഇതിലും കഴുത്തിൻ്റെ നെക്കിൻ്റെ ഒരുപാട് ഡിസൈനുകൾ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇത് ഞാൻ ഇത്രയും സ്ലോയിലല്ലേ കാണിച്ചത്. അപ്പോൾ നെക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ ഒത്തിരി ലെങ്ത്തായി പോകും വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഇങ്ങനെ 3 പീസ് ഫ്രണ്ടിലും 3 പീസ് ബാക്കിലായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് പാനൽ കുർത്തിയുടെ ഒരു 3 പീസ്. അതാണ് 6 പാനൽ കുർത്തിന്ന് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കുർത്തി വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഈ ബസ്റ്റിൻ്റെ ആ ഒരു അളവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ഈ 4 ഇഞ്ച് അളന്നെടുത്തേക്കുന്നത് അതെങ്ങനെയാണെന്നുകൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് നമ്മുടെ ആ ഒരു 3 പീസ് ഫ്രണ്ടിലും 3 പീസ് ബാക്കിലും. അപ്പോൾ നെക്കിൻ്റെ സ്ലീവിൻ്റെയൊക്കെ ഒരു ഇത് നമ്മളെപ്പോഴും ഇടുന്നതാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ബസ്റ്റ് പോയിൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ അത് ഇതാണ് കേട്ടോ. ഈ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ആ ഒരു 4 ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഈ 2 അകലമാണ് നമുക്ക് നോക്കേണ്ടത്. ആ കറക്റ്റ് ആ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻ്റാണ് നമ്മുടെ കറക്റ്റ് അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അളവെടുത്ത് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും 3, 3.5, അതുപോലെ 4 ഇങ്ങനെയൊക്കെ വരും. ഇതിപ്പോൾ ഒരു 6 ആണ്, സ്മോൾ ആയതുകൊണ്ട് 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ തുണി മടക്കിയിട്ടിട്ടല്ലേ ഉണ്ടാവുക. അപ്പം 3 മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അല്പം വലിപ്പം ഉള്ളവരാണെങ്കിൽ 4. മനസ്സിലായല്ലോ.